ഹായ്, എസ് ബി ആർ ഉള്ളിലാണ്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നാട്ടിലെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇന്നലെ IPL മത്സരം കണ്ടപ്പോൾ നമ്മുടെ വൈഭവ് സൂര്യവംശി ആ ബാറ്റിംഗ് കണ്ടപ്പോൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്, ഇവൻ മനുഷ്യൻ തന്നെയാണ് എന്ന് അറിയാതെ. കാര്യം കഴിഞ്ഞ കുറേ കാലം ഒരു നിശ്ചിത സമയം ബാക്കിൽ നോക്കിയാൽ ഒരു 10 വർഷമൊക്കെ പുറകിലെടുത്തു കഴിഞ്ഞാൽ സജീവമായിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോയിരുന്ന വ്യക്തി, ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ ഒന്നുമല്ല, ഒരു സാധാരണ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ 15 വയസ്സുകാരൻ്റെ ബാറ്റിംഗ് പ്രകടനം കണ്ടപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. സാധാരണഗതിയിൽ ഒരു പ്ലെയറായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുന്ന മാനസികാവസ്ഥ, കാര്യം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൈൻഡാണ് എപ്പോഴും ഈ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമ്മുടെ മൈൻഡിൻ്റെ അഗ്രസീവ്നെസ്, ആ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ, ഇതെല്ലാം കൂടി കണക്ട് ചെയ്താണ് ഒരു ഇന്നിങ്സ് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് കളിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ച സമയത്തൊക്കെ അന്ന് 15 ഓവർ മാച്ചുകളിലൊക്കെയാണ് ടെന്നീസ് ബോളിൽ കളിക്കാനും പിന്നെ കോളേജിലൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. ഇൻ്റർ കോളേജൊക്കെ കളിക്കാൻ പോയ അനുഭവമുണ്ട്. അപ്പോൾ ഈ ടെന്നീസ് ബോളിലൊക്കെ കളിച്ച് പഠിക്കുമ്പോൾ അന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ മൈൻഡ് സെറ്റാണ്, മീൻസ് ബൗളിംഗ് ഫേസ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 ബോൾ മിസ്സായി കഴിഞ്ഞാൽ മൈൻഡ് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, ഒരു പിരിമുറുക്കം, ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ പിന്നീട് നമ്മളുടെ ആ പ്രകടനത്തെ പൊതുവെ ബാധിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഗ്രൗണ്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഈ കളി കാണുമ്പോൾ സാധാരണഗതിയിൽ ബോളിൻ്റെ ലൈനും ലെങ്തും, കാര്യം നമുക്ക് പെർഫെക്റ്റായിട്ട് കളിക്കാൻ പറ്റുന്ന ബോളുകളുണ്ട്, എന്നാൽ പാടായിട്ടുള്ള ബോളുമുണ്ട്. ഓരോരുത്തർക്ക് പറഞ്ഞിട്ടില്ലേ അവരുടെ സ്ട്രോങ് സൈഡും അവരുടെ വീക്ക് സൈഡും എന്ന് പറയുന്ന പോലെ ഈ ഒരു വിഷയത്തിൽ ഈ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കാണുമ്പോൾ പുള്ളിക്ക് അങ്ങനെ ഈ ബോള് എന്നുള്ളത്, ലൈന്, ലെങ്ത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പുള്ളി മാനസികമായി ഫേസ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണ്. ബോൾ വരുന്നു, അതിനി ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ തന്നെ ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബൗളറാണ് ഹെയ്സൽവുഡിൻ്റെ ഓവറാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്. ഒരു മീൻസ് ഓസ്ട്രേലിയ പോലുള്ള ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ ഓപ്പണിംഗ് ബൗളറുടെ ഓവർ ഫേസ് ചെയ്ത സമയത്ത് ഒരു 15 വയസ്സുകാരൻ്റെ ഉള്ളിൽ ഒരംശം പോലും അതിനെ സംബന്ധിച്ചൊരു ആശങ്കയില്ലാതെ വളരെ കോൺഫിഡൻസോടു കൂടി അയാൾ നേരിടുകയാണെങ്കിൽ എറിയുന്ന ബൗളർ അതല്ല പ്രശ്നം. അയാളുടെ ഒരു ടാലൻ്റ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഏത് റീച്ചിൽ വീണാലും ബോള് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ടല്ലോ, അത് കൃത്യമായിട്ട് ആ ബാറ്റിംഗ് കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും കാലം കണ്ട് പരിചയിച്ച പല പ്ലെയേഴ്സുണ്ട്. നമ്മൾ ഡിവില്ലിയേഴ്സിൻ്റെ പേര് പറയാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്ത് പരിശോധിക്കണമെങ്കിൽ അഗ്രസീവായിട്ട് മറ്റേ സോൾട്ട് എന്ന് പറയുന്ന പ്ലെയറുണ്ട്. പിന്നീട് ടാലൻറ്റ് കൊണ്ട് ഫേസ് ചെയ്ത് കളിച്ച നമ്മൾ കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങി പല പ്ലെയേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് അഗ്രസീവായി അറ്റാക്ക് ചെയ്ത് ബാറ്റ് ചെയ്യുന്നവർ. പക്ഷേ ഇത് ഒരു രക്ഷയില്ല. ഈ അഭിഷേക് ശർമ്മ 15ാമത്തെ വയസ്സിൽ ഇത്ര അഗ്രസീവ് മൈൻഡോടുകൂടി ബാറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു വല്ലാത്തൊരു അച്ചീവ്മെൻ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനതിൽ വിലയിരുത്താനൊന്നും ആളല്ല, പക്ഷേ ആ മാനസികാവസ്ഥയും ബോൾ ഫേസ് ചെയ്യുമ്പോൾ ഇന്ന ബൗളറാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മാച്ചാണ് ഞാൻ കളിക്കുന്നത് എന്നുള്ള ഒരു ടെൻഷനുമില്ലാതെ ഫ്രീ മൈൻഡഡായിട്ട് ഇത്രയും അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ വരും കാലം, അതായത് കേവലം 15 വയസ്സിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള പ്ലെയേഴ്സ് എങ്ങനെയാണോ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എടുക്കാനെടുത്ത സമയം, അതിനെ വളരെ ചുരുക്കം 2 IPL മാച്ചും അതിനുശേഷം നടന്ന ചില അണ്ടർ-19 ജൂനിയർ ടീമിൻ്റെ മാച്ചും കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവമായിട്ട് തന്നെയാണ് വിലയിരുത്താൻ കഴിയുന്നത്. എന്തായാലും ആ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ 77 റൺസ് എന്ന് പറയുന്നത് കേവലം 26 ബോൾസിൽ, ഞാൻ കരുതി മിക്കവാറും 30 ബോൾസിൽ സെഞ്ചുറി അടിക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടെന്ന് തോന്നി. കാര്യം അത്രയും ഹൈപ്പിലല്ലേ, എല്ലാ ബോളിലും ഷോട്ടും ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ ബോളിലും 6ഉം 4ഉം ഉണ്ട് എന്നൊക്കെ നമ്മൾ വെറുതെ തമാശയ്ക്ക് പറയുമ്പോൾ അതല്ല, അങ്ങനെ കഴിയുമെന്നൊരു 15 വയസ്സുകാരൻ തെളിക്കുക. അത്ര മാച്ച് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വിരളിലുണ്ടാവുന്ന മാത്രം ഇൻ്റർനാഷണൽ മാച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇൻ്റർനാഷണൽ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ബൗളേഴ്സിനെതിരെ ഇത്ര അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അത്ഭുതം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇന്ത്യൻ ടീമിന് ഉണ്ടായിരിക്കുന്ന ഒരു ഞാൻ പറഞ്ഞാൽ ഒരു നമുക്ക് ബീഹാറിൽ നിന്ന് ഈ നമ്മുടെ രാജ്യത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അത്ഭുത ബാലൻ തന്നെയാണ് വൈഷ്ണവ് സൂര്യവംശി എന്ന് പറയുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഒറ്റ ഇന്നിങ്സ് കണ്ടിട്ട്, ഞാൻ അധികം കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില ഇന്നിങ്സിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഒറ്റ ഇന്നിങ്സ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ എത്രയും വേഗം, കാര്യം നമ്മൾ ആ ഒരു മാനസികാവസ്ഥയും ആ ഒരു അഗ്രസീവ്നെസ് യൂസ് ചെയ്യേണ്ട സമയമാണ്. അത് കൃത്യമായിട്ട്
എത്രയും വേഗത്തിൽ ഇന്ത്യൻ ടീമിൽ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഒരു പീക്ക് ടൈം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് ഈ ഒരു ഇന്ത്യയിലെ ഒരു ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു IPL മാച്ചിൽ അദ്ദേഹം കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മാച്ചിലൊക്കെ ഇനി എത്ര ഹെവി ബൗളേഴ്സ് ആണെങ്കിൽ പോലും നിഷ്പ്രയാസം ആ 15 വയസ്സുകാരൻ തച്ചുടയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ മാനസികാവസ്ഥ ആലോചിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നു എന്ന് പറയേണ്ടി വരികയാണ്.